ജനകീയ പ്രക്ഷേപണത്തിന്റെ 14 സംവത്സരങ്ങൾ. മാറ്റങ്ങൾക്ക് വേണ്ടി സദാ ശബ്ദിച്ച് സമാനതകളില്ലാത്ത സാന്നിധ്യമായി വടക്കൻ കേരളത്തിന്റെ സ്വന്തം റേഡിയോ. റേഡിയോ ജൻവാണി 90.8 FM, മലയാളത്തിന്റെ മധുര തരംഗം. സ്വാഭിമാനം ശ്രോതാക്കളോട്. സിവിൽ സർവീസുകാർക്ക് പരിശീലനം നൽകുന്ന രീതി ആധുനികവൽക്കരിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച മിഷൻ കർമ്മയോഗിയുടെ കീഴിലുള്ള വിശാലമായ പരിഷ്കരണ ശ്രമത്തിന്റെ ഭാഗമാണ് ഐഗോട്ട് കർമ്മയോഗി കോഴ്സ്. പ്രസ്തുത പദ്ധതിയിൽ കൂടി 1000-ലധികം കോഴ്സുകൾ മുഴുമിപ്പിക്കുകയും അത്രയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്ത പുതുച്ചേരി സംസ്ഥാനത്തിലെ ഏക സർക്കാർ ഉദ്യോഗസ്ഥൻ എം പ്രവീൺ കുമാർ ഇപ്പോൾ FM മോർണിംഗ് എഡിഷനിലൂടെ തന്റെ പഠനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് പ്രവീൺ കുമാർ. ഞാൻ മാഹി നഗരസഭയിലെ ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. സ്ഥലം എൻ്റെ വീട് പന്തക്കല്ലാണ്. ഈ ഐഗോട്ട് കർമ്മയോഗി കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു ഓൺലൈൻ പഠന മാധ്യമമാണ് ഈ ഐഗോട്ട് കർമ്മയോഗി കോഴ്സുകൾ. സർക്കാർ ജോലിയിൽ കയറിയ ആൾക്കാർ മുതൽ ഉന്നത ശ്രേണിയിലിരിക്കുന്നവർക്ക് വരെ തങ്ങളുടെ ജോലിയുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരു സൗജന്യമായിട്ടുള്ള ഓൺലൈൻ സൗകര്യമാണിത്. ഇതിൽ കൂടി ഏകദേശം 6000-ലധികം കോഴ്സുകൾ ഇപ്പോൾ നടപ്പിലായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ചുരുങ്ങിയത് ഒരു 4 കോഴ്സെങ്കിലും നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ്. അപ്പം അങ്ങനെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും 4 കോഴ്സ് മാത്രം ചെയ്ത് ആ കടമ നിർവഹിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ഏകദേശം 1.5 വർഷത്തിലധികമായിട്ട് ദിവസവും ഒരു ചുരുങ്ങിയത് ഒരു കോഴ്സ് അല്ലെങ്കിൽ 2 കോഴ്സെങ്കിലും ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ 1300-ലധികം കോഴ്സുകൾ ഞാൻ വിജയകരമായി കംപ്ലീറ്റ് ആക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് സംഗതിയെക്കുറിച്ച് അറിയുവാനും ഈ വളരെ എക്സ്പേർട്ടുകളായ ആൾക്കാർ തയ്യാറാക്കിയ ഈ കോഴ്സുകളാണ് ഇതിൽ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി ഗവേഷകർ നിർമ്മിച്ച 1/2 മണിക്കൂറും 1 മണിക്കൂറും 2 മണിക്കൂറുമുള്ള കോഴ്സുകൾ ഇതിൽ കൂടി നമുക്ക് പഠിച്ച് വളരെ ആധികാരികമായ വിവരങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇന്നത്തെ കാലത്ത്. ഒരുപാട് തട്ടിപ്പുകൾ സൈബർ സെക്യൂരിറ്റിയിൽ പഠിച്ചതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിർബന്ധമായിട്ടും സൈബർ സെക്യൂരിറ്റിയുടെ വിവിധ വശങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ മാധ്യമത്തിൽ കൂടി സൗജന്യമായിട്ട് എവിടെ ഇരുന്നിട്ടും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഐഗോട്ട് കർമ്മയോഗി കോഴ്സ് ആരംഭിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തിലധികമായി. തുടക്കകാലം മുതൽ ഞാൻ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് പല കോഴ്സുകളും ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം 1300-ലധികം കോഴ്സുകൾ വിവിധ ഭാഷകളിലായിട്ട്, അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഈ 4 ഭാഷകളിലാക്കിയിട്ട് ഞാൻ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സുകളിൽ നോക്കുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഓഫീസ് പ്രൊസീജിയറുകൾ വരുന്നുണ്ട്, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കി ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള പല പല വകുപ്പുകളുടെ പദ്ധതികളെ പറ്റിയും നമുക്കൊക്കെ ഇതിൽ കൂടി ഏറ്റവും പുതിയ വിവരങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്നുണ്ട്. പോണ്ടിച്ചേരിയെ പറ്റി പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരി സർക്കാർ സർവീസിലുള്ള ഞാൻ നമ്മുടെ ഘടന അനുസരിച്ച് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഞാൻ എൻ്റെ തുടക്കകാലം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പിന്നെ അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് മാറി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ കോഴ്സുകളിൽ കൂടി കരസ്ഥമാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പ്രസൻ്റ്ലി ഇപ്പം വർക്ക് ചെയ്യുന്നത് മാഹി നഗരസഭയിലാണ്. അപ്പോൾ നഗരസഭയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സ്വച്ഛ ഭാരതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന കോഴ്സുകളാണ്. അങ്ങനെ ഈ ഐഗോട്ട് കർമ്മയോഗിയുടെ ഈ ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച ഒരു സാധന സപ്താഹ് എന്ന പേരിൽ ഒരു പ്രത്യേക കർമ്മ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് പല പല വെബിനാറുകളും ചർച്ചകളും ഡിസ്കഷനുകളും നടന്നിരുന്നു. അതിലും ഞാൻ ഭാഗമാക്കുകയും തുടർച്ചയായി ഏകദേശം 60 വെബിനാറുകളിലും ചർച്ചകളിലും പങ്കെടുത്തു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 2 ബാഡ്ജുകൾ കിട്ടിയിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ ആദ്യ വാരം
ഈ ഐഗോഡ് കർമ്മയോഗി കോഴ്സിൽ കൂടി ഒരു പ്രത്യേക കർമ്മ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ പേരായിരുന്നു സാധന സപ്താഹ്. വ്യത്യസ്തമായ പരിപാടിയിൽ പല വെബിനാറുകളും ഡിസ്കഷനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലും ഞാൻ വളരെ ആവേശപൂർവ്വം പങ്കെടുക്കുകയും 60-ഓളം കോഴ്സുകൾ 60ഓളം ഡിസ്കഷനിൽ പങ്കെടുക്കുകയും ആയതിലേക്കായി എനിക്ക് ദക്ഷ ബാഡ്ജും കർമ്മയോഗി ഉത്കർഷ് ബാഡ്ജും കിട്ടിയിരുന്നു. ഈ പ്രസ്തുത ബാഡ്ജ് പിന്നെ ഏറ്റവും അധികം കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ പേരിലാണ് എനിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രശംസാപത്രം ലഭ്യമായത്. സ്വാഭിമാനം ശ്രോതാക്കളോട്. ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച മിഷൻ കർമ്മയോഗിയുടെ കീഴിലുള്ള ഐഗോട്ട് കർമ്മയോഗി കോഴ്സിലൂടെ 1000-ലധികം കോഴ്സുകൾ മുഴുമിപ്പിക്കുകയും അത്രയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്ത പ്രവീൺ കുമാർ FM മോർണിംഗ് എഡിഷനിലൂടെ തന്റെ പഠനാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ.